ഗൈസ്, ഞാൻ ഇത്ര പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വരാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്റേൺഷിപ്പ് ഡേ ആണ്. രാവിലെ തന്നെ റെഡി ആയിട്ട് ഇന്റേൺഷിപ്പിന് പോവുകയാണ്. ആസ് എ ലോ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ ഈ മെയ് മാസമാണ് ഞാൻ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവരും വെക്കേഷൻ അടിച്ചു പൊളിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്റേൺഷിപ്പിന് പോകും. പിന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് നേരെ കടയിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഭയങ്കര ബിസിയാന്നേ. ഞാൻ വെറുതെ ഫോണും കുത്തിയിരിക്കുന്നു, അച്ഛൻ അവിടെ സാധനം ഉണ്ടാക്കുന്നു. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കുമ്പോഴാണ് ഉഴുന്നടയ്ക്ക് ഒന്ന് അടുക്കി വെക്കാത്തതായി ഞാൻ കണ്ടത്. പിന്നെ അതൊക്കെ ഒന്ന് അടുക്കി വെച്ചു. അച്ഛൻ നല്ല ചൂട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരോട് എൻ്റെ പേര് യുവശ്രീ. ഞാനൊരു സെക്കൻഡ് ഇയർ ലോ സ്റ്റുഡൻ്റ് ആണ്. ഉച്ച സമയത്ത് ആരെങ്കിലും ഹോർലിക്സ് കുടിക്കുമോ? ഇല്ല, ഞാൻ കുടിക്കും. അത് പിന്നെ ഉച്ച സമയത്ത് എല്ലാവരും ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ തപ്പിപ്പോകുന്ന സമയമാണല്ലോ. പിന്നെ ഈ കടികളൊക്കെ ഞാൻ എടുത്തു കൊടുക്കും, പാഴ്സലൊക്കെ കൊടുക്കും. അതൊരു സൈഡ്. പിന്നെ അതല്ലാതെ ഈ ചായയൊക്കെ ഞാൻ എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അത്ര വലിയ പണിയൊന്നുമല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് ഈസി ആവും. പിന്നെ ഒരു 7 മാസം മുമ്പ് ഞാനൊരു ഇൻസ്റ്റാഗ്രാം തുടങ്ങി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തുടങ്ങിയ ഒരു അക്കൗണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ അത് 10K ഫോളോവേഴ്സ് റീച്ചായി. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 വർഷമായി. എന്നിട്ടും ഒരു അനക്കം ഇല്ലാതെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻസ്റ്റാഗ്രാം. ഒരു 7 മാസം കൊണ്ട് തന്നെ എനിക്ക് ഇത്ര സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ കടയിൽ ഫാനൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് ഹെൽപ്ഫുള്ളായത് ഈ ഒരു വിശരിയാണ്. ഐ തിങ്ക് ഇത് എൻ്റെ അമ്മ പൊങ്കാല ഇടാൻ പോയപ്പോൾ കിട്ടിയതായിരിക്കണം. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്, നല്ല ചൂടാണ്. പിന്നെ ഒന്നും പറയാനില്ല. കുറച്ച് നേരം വിശരി വെച്ചിട്ട് വീശി ആശ്വസിപ്പിച്ചു. പിന്നെ വൈകിട്ടായപ്പോൾ അച്ഛൻ നല്ല ചൂട് മുട്ടബജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. പിന്നെ നല്ല ചൂട് മുട്ടബജി നമുക്ക് അടുക്കി വെക്കേണ്ട പരിപാടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ കഴിക്കാനൊക്കെ ചോദിക്കും. അതൊക്കെ നമുക്ക് എടുത്തു കൊടുക്കണം. അങ്ങനെ അതൊക്കെ അടുക്കി വെച്ചതിന് ശേഷം ചമ്മന്തിക്കവറൊക്കെ ഒന്ന് പാഴ്സൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ചമ്മന്തിക്കവറൊക്കെ പാഴ്സൽ എടുക്കുന്ന ഒരു കാര്യം, അതും ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ നേരത്തെ ചമ്മന്തിക്കവറൊക്കെ പാഴ്സൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് പാഴ്സൽ കൊടുക്കാൻ നേരത്ത് ഹെൽപ്ഫുൾ ആവും. പിന്നെ ഈ ലോങ് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്സ് കാണും. അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ശരിയാക്കാം. ഞാൻ രാത്രിയായപ്പം തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.